പണ്ട് പണ്ട് നമ്മുടെ കേരളത്തിൽ മഹാനായ ഒരു രാജാവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും മഹാനായ ഒരു ചക്രവർത്തി. പ്രജകൾക്ക് സർവൈശ്വര്യം നൽകി നന്മയും വീര്യവും പരിപാലിച്ചു അദ്ദേഹം നാം ഭരിച്ചു. നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. മഹാബലിയുടെ കേരളത്തിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലായിരുന്നു. സമത്വവും സാഹോദര്യവും കാത്തു സൂക്ഷിച്ച മഹാബലിയോട് ദേവന്മാർക്ക് പോലും അസൂയുണ്ടായി. ഇങ്ങനെയായാൽ മഹാബലി സ്വർഗലോകം പോലും കീഴടക്കുമെന്നും ദേവന്മാരുടെ സ്ഥാനമാണെന്നും എല്ലാം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെട്ടു. ദേവലോകത്തെ ദേവേന്ദ്രൻ പോലും മഹാബലിയുടെ വളർച്ചയിൽ അസൂയാലുവായി. മഹാബലി വിഷ്ണു ഭക്തനായിരുന്നു. വിഷ്ണു ഭക്തന്മാർ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദേവന്മാരുടെ അമ്മയായ അതിഥി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് ദേവന്മാരെയും ദേവലോകത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് മഹാവിഷ്ണു മഹാബലിയെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാവുന്ന മഹാവിഷ്ണു ഒരു ദരിദ്ര മാമന്റെ വേഷമിട്ട് ഭൂമിയിലെത്തി പൂജയെ നോക്കിയിരിക്കുന്ന അശ്വമേധയാണ്. മഹാബലിയോട് 3 മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാങ്ങും മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ മുൻകഴിഞ്ഞു തടസ്സപ്പെടുത്തിയെങ്കിലും ദാനശീലനായ മഹാബലി ആവശ്യമുള്ള മണ്ണ് അളവെടുക്കാൻ പറഞ്ഞു. മഹാബലിയുടെ വാക്കുകേട്ട ഉടനെ വാങ്ങും മണ്ണ് ആകാശം വരെ എത്തി. ആദ്യത്തെ കാലടി കൊണ്ട് ഭൂലോകവും, രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗരാജ്യവും, 3ാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്റെ ശിരസിൽ തന്നെ കാൽപ്പാടം വെച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് മുൻപായി മഹാബലിക്ക് എല്ലാ വർഷവും തന്റെ ദേശവും പ്രജകളെയും സന്ദർശിക്കുവാനുള്ള വരം വാമനനായി വന്ന വിഷ്ണു ഭഗവാൻ നൽകി. അന്നു മുതൽ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ഭൂമിയിലേക്ക് വന്നു തുടങ്ങി. മഹാരാജാവായിരുന്ന മഹാബലി തമ്പുരാനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്.